ഇനി നമുക്ക് ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നാടൻ ചിക്കൻ കറി. ആദ്യം ഒരു പാനിനകത്ത് ഓയിൽ ഇട്ടൊന്ന് ചൂടാക്കുക. അതിലേക്ക് കുറച്ച് പെരുംജീരകം ആഡ് ചെയ്യാം. അതിലേക്ക് കുറച്ച് വറ്റൽ മുളക് ഒടിച്ചിടാം. അതിലേക്ക് കുറച്ച് സവോള നല്ലവണ്ണം അരിഞ്ഞ്, റെഡ് ഓണിയൻ ചേർത്താലും മതിയാവും, നല്ലപോലെ അരിഞ്ഞ് ചേർത്ത് അത് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പച്ചമുളക്, ഇഞ്ചി എല്ലാം കൂടെ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന അതും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ആ മിക്സ് ചെയ്തിരിക്കുന്നതിനകത്ത് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് നല്ല പേസ്റ്റാക്കി എടുത്തിട്ട് അതും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് സവാള കൂടെ മിക്സ് ചെയ്ത് മൂപ്പിച്ച് കുറച്ച് നേരം മൂത്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. സോ നല്ലതുപോലെ നോക്കട്ടെ. എൻ്റെ ഒരു മോള് ഇതാ ഇവിടെ കിടന്ന് കറങ്ങി നടക്കുന്നുണ്ട്. മറ്റവള് ഇതാ ഇവിടെ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക. ഏകദേശം മൂത്ത് വരുന്നുണ്ട്. നല്ലപോലെ നോക്കട്ടെ, നല്ലതുപോലെ നോക്കട്ടെ. ഇതുപോലെ നല്ലതുപോലെ മൂത്ത് വരട്ടെ. നല്ലവണ്ണം മൂക്കുന്നുണ്ട്. കുറച്ചും കൂടെ മൂത്തനായിട്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്യാം. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ചില്ലി പൗഡർ അതൊരു ടീസ്പൂൺ, ഒരു 2, 3, 4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നല്ലതുപോലെ ഇളക്കാം. ഇത് തീ കുറച്ച് വെച്ചിട്ട് നല്ലതുപോലെ മൂക്കാനായിട്ട് നമുക്ക് നല്ലതുപോലെ നോക്കാം. കാര്യം പട്ടയ്ക്ക ചില്ലി പൗഡറിൻ്റെ ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇപ്പോൾ ഏകദേശം മൂത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ശകലം, ടീസ്പൂൺ വേണ്ട, ഒരു പിഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം, 1-1.5 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. മൂത്ത് വന്ന ആ മിക്സിനകത്ത് കുറച്ച് മല്ലിയില നല്ലതുപോലെ ചോപ്പ് ചെയ്തതും ടൊമാറ്റോ നല്ലപോലെ ചോപ്പ് ചെയ്തതും, ഒരു 2 റീസണബിളായിട്ട് വലുതായിട്ടുള്ളൊരു ടൊമാറ്റോയും മല്ലിയിലയും നല്ലപോലെ ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യാം. ഇനി അതും കൂടെ കിടന്ന് മൂക്കട്ടെ. നല്ലതുപോലെ അരപ്പ് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ചിക്കൻ ആഡ് ചെയ്യുന്നതാണ്. ചിക്കൻ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഇളക്കി എല്ലാം നല്ലതുപോലെ ചെയ്ത് ഇനി ഇത് മൂപ്പിക്കുന്നതിന് മുമ്പ് കുറച്ച് ഒരു മസാല വളരെ ലൈറ്റായിട്ട് എൻ്റെ മേളൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് നല്ലതുപോലെ വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് നോക്കാം എന്താ പറ്റുന്നത്. ഏകദേശം നല്ലതുപോലെ മൂത്ത് വരുന്നുണ്ട്. ഒരല്പം കൂടെ മൂക്കണം, നല്ലപോലെ തിളക്കട്ടെ. ഒരല്പം കൂടെ വറ്റാനും കൂടെ ഉണ്ട്. എന്നിട്ട് നമുക്ക് നോക്കാം. ചിക്കൻ ബന്ധം നോക്കാം നമുക്ക്. നല്ലോണം ആയി വരുന്നുണ്ട്. എനിക്ക് ചിക്കനും ഉള്ളി എന്നൊക്കെ നല്ലതുപോലെ വെള്ളം ഇറങ്ങിയിട്ട് കുറച്ചും കൂടെ ഗ്രേവി കൂടുതലായിട്ടുണ്ട്. ചിക്കൻ നല്ലതുപോലെ വെന്തു. ഓക്കെ, ഇനി നല്ലപോലെ ഒന്ന് ചൂടായിട്ട് സെർവ് ചെയ്യാം. താങ്ക് യു.